ക്ലാസ് കോമഡി നടക്കുന്നുണ്ട്, നമുക്കും അതിനകത്ത് എന്തെങ്കിലും ഒരു അഭിപ്രായം പറഞ്ഞു കളയെന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. കേട്ടാലോ? റാപ്പർ വേടനെതിരെ വിദ്വേഷ പ്രസംഗവുമായി RSSന്റെ മുഖപത്രം കേസരി വാരികയുടെ മുഖ്യപത്രാധിപർ NR മാധു. വേടന് പിന്നിൽ രാജ്യത്തിന്റെ വിഘടനവാദികളാണ്. വേടന്റെ പാട്ടുകൾ ജാതി ഭീകരവാദം പ്രചരിപ്പിക്കുന്നു. വളർന്നു വരുന്ന തലമുറയിലേക്ക് വിഷം കുത്തിവെക്കുന്ന കല ആഭാസമാണ് എന്നാണ് NR മാധു ഇതിനെ കുറിച്ച് പറഞ്ഞത്. ഒറ്റ സംശയമേ ഉണ്ടായിരുന്നുള്ളൂ, ആരായിരിക്കും നമ്മളെ വേടനെ ടാർഗറ്റ് ചെയ്യണെന്ന്. കിട്ടിയില്ലേ? പുളുന്താസ്യ അദ്ദേഹം പറഞ്ഞൊരു പാട്ടുണ്ട്, അത് വേടന്റെ ഒരു പാട്ടുണ്ട്. ഞാൻ പാണനല്ല, പറയാനല്ല, പിളയനല്ല, നീ തമ്പുരാനല്ല, നീ ആണെങ്കിൽ എനിക്കൊരു മലരുമില്ല. കൊണ്ടു 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 കൊള്ളേണ്ടെടുത്ത് കൊണ്ടു. അപ്പോൾ ആരാണ് വേടനെ ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിലേക്ക് കൊണ്ടെത്തിച്ചതെന്നുള്ളതിന്റെ തെളിവാണ് ഇപ്പൊ ഈ നടക്കുന്ന അന്യായ ചെയ്ത്. അല്ല, പിണറായി അണ്ണന്റെ ആഭ്യന്തരം അതിന് ഒത്തുകയിൽ കുടിച്ചെങ്കിൽ ഇവർ തമ്മിൽ കൈകസ്തൂരി കൊടുത്തു എന്നല്ലേ എൻ്റെ അർത്ഥം. ഇവർ രണ്ടും ഒറ്റക്കെട്ടാണെന്നല്ലേ എൻ്റെ അർത്ഥം. സംതിങ് സംവെയർ കുക്കിംഗ് അപ്പ്. എനിവേ, വേടനെ പിടിച്ചു. വേടൻ കുഴപ്പക്കാരനാണെന്നാ പറയണേ. ഇതിപ്പോ ഇങ്ങേര് പറയണത് കേട്ടാ പോരാ, നമുക്ക് അങ്ങേര് പറയുന്ന കൂടെ കേൾക്കാം. പറളിയ വേടന്റെ പാട്ട് എന്ന് പറയുന്നത് ജാതി ഭീകരവാദം പ്രചരിപ്പിക്കുന്ന, വിഘടനവാദം പ്രചരിപ്പിക്കുന്ന സാഹിത്യത്തെ നമ്മുടെ വളർന്നു വരുന്ന തലമുറയിലെ മനസ്സിലേക്ക് വിഷം കുത്തിവെക്കുന്ന കലാഭാസമായി അങ്ങനെ അരങ്ങുവാഴുകയാണ്. അത് ഭീകരവാദമാണോ? ജാതീയത എന്ന് പറയുന്നത് ഭീകരവാദമാണോ? ആണോ? സത്യമായിട്ട് നമുക്കറിയത്തില്ലായിരുന്നു. എന്തായാലും നിങ്ങൾ പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് അതിനെപ്പറ്റി ഒരു ഡീറ്റെയിൽഡ് ഡിസ്കഷൻ വെക്കുന്നത് നല്ലതായിരിക്കും. പറട്ടെ. എന്ന് പറയുന്ന കലാകാരന്റെ പിന്നിൽ ശക്തമായ സ്പോൺസർ ശക്തികളുണ്ട്. സൂക്ഷ്മമായി പഠിച്ചാൽ അത് ഈ രാജ്യത്തിന്റെ വിഘടനം സ്വപ്നം കണ്ട് കഴിയുന്ന തമോമയ ശക്തികൾ അയാളുടെ പിന്നിലുണ്ട് എന്ന് കൃത്യമാണ്. ആരായിരിക്കും ഇങ്ങേരുടെ പിന്നിലുള്ള ശക്തികൾ? കുറെ നാളുകൊണ്ട് എന്റെ പിന്നിൽ ആരൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. ബാക്കിൽ ആരും ഇല്ല, ഞാൻ നോക്കിയില്ല. സൈഡിലൊക്കെ ആളുണ്ട്. ബാക്കിൽ ആരായിരിക്കും? സംഘികളാകാനാണ് ചാൻസ്. കാരണം രാജ്യത്തിനെ വിഘടിക്കുക എന്ന ഒരൊറ്റ പരിപാടി സംഘികളുടെ ഉത്തകാവകാശമാണ്. രാജ്യത്തെ പൗരന്മാരെ അപരവൽക്കരിക്കുകയും അന്യായമായി അവരെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് അവർ നമ്മളുടെ ശത്രുക്കളാണെന്നും അവരെ ഇല്ലായ്മ ചെയ്യാൻ, അവരിൽ നിന്ന് നമ്മുടെ രാജ്യത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി നിൽക്കുന്നവരാണെന്ന് ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് കാണിക്കുന്ന വൻ കൊള്ള സംഘമാണ് സംഘികൾ. സംഘികളാണെങ്കിൽ എങ്ങനെ ശരിയാവും? സംഘികൾക്ക് പൊതുവെ പണം പറയാൻ പോലെ ആ കാറ്റഗറി ഇഷ്ടപ്പെടും. ഈഴവാസ് താഴോട്ടുള്ളതിനൊന്നും അവർക്ക് പിടിക്കത്തില്ല, കണ്ണി പിടിക്കത്തില്ല. അപ്പോൾ പിന്നെ ചാൻസ് കുറവാണല്ലോ. ഇങ്ങനെ ചുമ്മാ തള്ളുന്നതാണോ അതിനി റിയാലിറ്റി ആണോ? എന്തൊരു വാഴയാ. ഏതായാലും ജാതീയത ഉണ്ടോ ഇല്ലയോ എന്നുള്ള ഒരു സംശയത്തിന് നമുക്കൊരു മറുപടി കൊടുത്താലോ? ഞാൻ പറഞ്ഞ കൂടൽമാണിക്യ ക്ഷേത്രത്തിൽ നടന്ന ഒരു കാര്യം ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു. അവിടെ MPhil കഴിഞ്ഞ, MCom കഴിഞ്ഞ, അതിനേക്കാൾ നല്ല ഡിഗ്രീസ് ഒക്കെ കഴിഞ്ഞ ആൾക്കാർ അവിടെ വെയിറ്റ് ചെയ്യുകയാണ്. എന്തിനാണ്? പൊസിഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. ഈഴവ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്ക് കിട്ടിയ റാങ്ക് ലിസ്റ്റിൽ പേരുണ്ടായിട്ട് പോലും അവിടെ കിട്ടിയിട്ട് അവിടെ കയറാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ആ ഒരു സെക്ഷൻ തന്നെ അവിടെ നിലനിൽക്കുകയാണ്. ജാതീയത ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഞാൻ കാളിക്ക് പറഞ്ഞു കൊടുത്തൊരു മറുപടിയാണ്, കാളി മീഡിയയ്ക്ക് പറഞ്ഞു കൊടുത്ത. അപ്പം ഇങ്ങേരുടെ അടുത്ത് ഞാൻ അതൊന്നും ചോദിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഒറ്റ സംശയമേ ഉള്ളൂ, ഈ കണ്ടറ് മണ്ടറ് അണ്ണൻ്റെ ക്വാളിറ്റി എന്താണ്? കണ്ടറ് മണ്ടറ് ഈ പറയുന്ന പിന്നെ സംസ്കൃതം പഠിച്ചോ അല്ലെങ്കിൽ വേദങ്ങൾ പഠിച്ചോ എന്നുള്ളതിൻ്റെ ഒരു എക്സ്പ്ലനേഷനും കൂടെ ഞാൻ പറഞ്ഞുതരാം. ഈ ശോഭ ജോണിൻ്റെ ഒരു ഇഷ്യൂ വന്നായിരുന്നല്ലേ, പീഡന കേസ്. നമ്മളിപ്പോൾ ജസ്ന അതിനാണ് കോപ്പ് കൂട്ടിയത്. ഗുരുവായൂർ കൃഷ്ണൻ്റെ പിന്നെ തന്ത്രികളുടെ വീടുകളിലേക്ക് പോയി ആ തന്ത്രികളെ ഇതേപോലെ ഒരു പ്രശ്നത്തിലാക്കി ശോഭ ജോൺ കാണിച്ചൊരു സരക്ക് വെച്ചിരിക്കേ, എടുത്ത് വെച്ചിരിക്കേ, വറുത്ത കോഴി അടുക്ക് പൊത്ത് കുറുക്ക് പൊത്തിരിക്കേ, ആ പരിപാടിക്കാണ് പോയത്. നടന്നില്ല. അത് വേറൊരു സബ്ജക്റ്റാണ്, അത് വിട്. അപ്പം അതിനായിട്ടാണ് പോയത്, നടന്നില്ല. അതേപോലൊരു പോക്ക് പോയി നടത്തിക്കൊണ്ടുവന്നത് ശോഭ ജോണാണ്. മേഡം നടത്തിക്കൊണ്ടുവന്നപ്പോഴത്തേക്ക് ഇങ്ങേരെ നമ്മളെ കണ്ടറ് മണ്ടറെ അവർ ഇതിനകത്തിട്ട് കിട്ടി, കോടതിയിൽ കിട്ടി. കോടതിയിൽ അന്നത്തെ ജസ്റ്റിസ് എന്ന് പറയുന്നത് പരിപൂർണനാണ്. ജസ്റ്റിസ് പരിപൂർണൻ 1-2 കാര്യം ചോദിച്ചു. പുള്ളി ഭയങ്കര ഈശ്വരവിശ്വാസിയാണ് കേട്ടോ. ജസ്റ്റിസൊക്കെ ആണെങ്കിൽ യുക്തിവാദിയൊന്നുമില്ല, ഈശ്വരവിശ്വാസിയാണ്. അങ്ങേരെ അവിടെ ഇരുന്നുകൊണ്ട് ചോദിച്ചു, കണ്ടറ് മണ്ടറെ നിങ്ങൾക്ക് പാഗ്യസൂക്തം അറിയേനു എന്ന് ചോദിച്ചു. പാഗ്യസൂക്തം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം ഈ അമ്പലത്തിലെ ഓരോ പ്രാർത്ഥനകളാണ് കേട്ടോ. ഇപ്പം പറയില്ല, പുഷ്പാഞ്ജലി, പിന്നെ വേറെ അർച്ചനകളുണ്ട്. വേറൊരു അർച്ചനയുണ്ടല്ലോ, അതിൻ്റെ പേരെന്താ, ഗണപതി ഹോമം, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ചോദിച്ചു. ആദ്യം ഭാഗ്യസൂക്തമാണ് ചോദിച്ചത്. തള്ള അങ്ങേർക്ക് ചോദിച്ചതേ ഓർമ്മയുള്ളൂ. മറ്റേ ആൾ പറയണേ എനിക്കതൊന്നും അറിഞ്ഞൂടാന്ന്. നിങ്ങൾ കണ്ടറ് മണ്ടറ് തന്നെയല്ലേ, നിങ്ങളല്ലേ അവിടുത്തെ പൂജാരി, കണ്ടറ് മണ്ടർക്ക് ഇത് അറിയത്തില്ലേ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് പുള്ളി പറയണം, അതൊന്നും എനിക്കറിയത്തില്ല, എനിക്ക് സംസ്കൃതം അറിഞ്ഞൂടെ, എനിക്ക് വേദമന്ത്ര ഉപനിഷത്തുകൾ അതിൻ്റെ കാര്യങ്ങളൊന്നും എനിക്ക് വലിയ ഗ്രാഹ്യമൊന്നുമില്ല, ഞാൻ 7ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. MPhil കഴിഞ്ഞ സംസ്കൃതം നല്ലപോലെ പഠിച്ച വേദങ്ങളെക്കുറിച്ച് നല്ല ഗ്രാഹ്യമുള്ള ആൾക്കാർ വെയിറ്റ് ചെയ്തിട്ടും ആ പൊസിഷനിലേക്ക് അവരെ അപ്പോയിന്റ് ചെയ്യാതെ കണ്ടറ് മണ്ടറെ തന്നെ ഇപ്പോഴും വെച്ചിരിക്കുന്നിടത്തുണ്ട്
ഈ പറഞ്ഞ ജാതീയത. അപ്പൊ കേസരി അണ്ണ എനിക്ക് മനസ്സിലായിട്ടില്ലേ ജാതീയത എവിടെ നിൽക്കുന്നു എന്ന്? ജാതീയത ഈസ് ദെയർ എക്സാക്ട്ലി. 108 എക്സ്പ്ലനേഷൻസ് എനിക്ക് തരാൻ കഴിയും എന്നുള്ളത് വസ്തുത. പോട്ടെ, ഇസ്ലാമിനെയും ക്രിസ്ത്യവരെയും നിങ്ങൾ അടിക്കണതോ? ശങ്കി 2014 തൊട്ട് ഈ രാജ്യത്ത് നടക്കുന്ന പ്രവർത്തനങ്ങൾ എന്താണ്? ഇവിടെ പിന്നെ പോയിട്ട് പാണൻ പറയും പോലെയെന്ന് പറഞ്ഞാൽ അവരൊക്കെ അങ്ങനെയാണ്. ഇവരെ കാറ്റഗറി ഇവരങ്ങനെ കാറ്റഗറൈസ് ചെയ്യുന്നു, അവരത് അനുഭവിക്കാൻ പാടില്ല. ഇടി നമ്മളെയും വെറുതെ വിടുന്നുണ്ട് വിറ്റില്. അപ്പോൾ ഈ രാജ്യത്തെ വിഘടനവാദം ആരാണ് മുന്നോട്ട് വയ്ക്കുന്നത്? വിഘടനവാദികൾ ആരാണ്? ചങ്കികളാണ്. സിമ്പിൾ. കേസരിയാണ് ചങ്കികളെ പറഞ്ഞത്. കേസരി വായിച്ച് തലയ്ക്ക് സുഖമില്ലാതായ 2 പേരെ ഞാൻ കാണിച്ചു തരാം. ഒന്ന് ദേവനളിയൻ, രണ്ടാമത്തെ നമ്മളെ സുരേഷ് അണ്ണൻ അളിയൻ. 2 അളിയന്മാർക്കും ഭ്രാന്തായി. ഇത്രയുള്ള സിമ്പിൾ. കേസരി വായിക്കുന്നവർക്കൊക്കെ തലേന്ന് ആള് താമസം ഇറങ്ങി അങ്ങോട്ട് ഓടിപ്പോകും. 100 കാര്യങ്ങൾ, 100 വിശദീകരണങ്ങൾ ജാതീയ അടിസ്ഥാനത്തിൽ ഇന്നുമുള്ളത് പറയാൻ പറ്റും. അതിനെതിരെ സംസാരിക്കുന്ന വേടൻ്റെ സംഗീതം ഭയങ്കര സൂപ്പർ ആയതുകൊണ്ടല്ല ആളുകൾ അതിന് ആ ലിറിക്സ് അത് നെഞ്ചിക്കൊള്ളുന്നതാണ്. അത് ഇന്നും ഉണ്ട് എന്നുള്ളതാണ് വസ്തുത. കാലപ്പോക്കിൽ ഇത് മാറ്റാനാണ് ഇത് കേൾക്കുകയും ഇതിനെതിരെ പറയാം. അല്ല അത് വെച്ചിട്ട് ഇവിടെ ജാതീയത ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടല്ല. ഇന്നും അത് നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് നീക്കണം, മാറ്റണം. 2025 നിർത്തലാക്കപ്പെടാത്ത ഈ വൃത്തികെട്ട ജാതീയ വ്യത്യാസം നിർത്തലാക്കണം. ഇത് ഞാൻ പറയണില്ല, അംബേദ്കർ എഴുതി വെച്ചിരുന്ന ഒരു കാര്യമാണ്. ഭരണഘടനയിലുണ്ട് വർണ്ണ വർഗ ഒരു രീതിയിലുള്ള ഒരടിസ്ഥാനത്തിൽ വർണ്ണ വർഗ ലിംഗ ഒരടിസ്ഥാനത്തിലും ഒരു വേർതിരിവും പാടില്ല എന്ന് പറഞ്ഞ ഭരണഘടനയിൽ കൈതൊട്ട് സത്യം ചെയ്ത് ആ പൊസിഷനിലേക്ക് കയറി ഇരുന്നുകൊണ്ട് മുസൽമാൻ കോ മാർനാ ഹേ, ഇധർ ക്രിസ്തവർ കോ ക്രിസ്മസ് നെയ് മനാനാ ഹേ, തും ലോഗ് ഇധർ സെ ചലെ ജാओ, യേ തുമാരാ കൺട്രി നഹി ഹൈ ഹോം ഹാ. ആരാണ് വിഘടനവാദി എന്ന് ഞാൻ പറയാതെ നിങ്ങൾക്ക് മനസ്സിലായി കാണല്ലോ. ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ എന്ന് പറഞ്ഞിട്ട് ഗുജറാത്തിൽ 2000-ഓളം വരുന്ന അംഗസംഖ്യകൾ മെജോറിറ്റി പെണ്ണുങ്ങളായിരുന്നു. അതും ക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെട്ട് കൊല്ലപ്പെടുകയാണ് ഉണ്ടായത്. ബേട്ടി ബച്ചായി ബേട്ടി പഠായി. സൂപ്പറാ. ആരാ? സൂപ്പറാ. ഒന്നും പറയാനില്ല. ഇനി ഇതിനെക്കാട്ടി വേറൊരു വായ്ത്താള ഇയാൾ പറയുന്നുണ്ട്, അതിനും കൂടി മറുപടി പറയാം. പറളിയാ അളിയ എവിടെ പോയി നോക്കട്ട്, എവിടെ പോയി വിളിച്ചിരിക്കുന്നത് പറ. ഷവർമയുമായി ബന്ധപ്പെട്ടും NR മധുവിന്റെ ഒരു വിവാദ പരാമർശം ഇന്നുണ്ടായി. ശ്മശാനത്തിലൂടെ കടന്നു പോകുന്ന പ്രതീതിയാണ് ഇന്ന് നമ്മുടെ കേരളത്തിലെ തെരുവിലൂടെ വൈകുന്നേരം സഞ്ചരിച്ചാലുള്ളത്. അവിടെ നമ്മൾ ശവവർമ്മയാണ് കഴിക്കുന്നത്. ചിലരതിന് ഷവർമ്മ എന്ന് പറയുന്നത്. കഴിക്കുന്നത് വർമ്മയാണ്, കഴിക്കുന്നത് ശവമാണ്. അതുകൊണ്ടാണ് അതിന് ശവവർമ്മ എന്ന പേര്. കേരളത്തിൽ ഷവർമ്മ കഴിച്ച് അനേകം പേര് മരിച്ചു. അതിലൊരു മുഹമ്മദ് ഇല്ല, അതിലൊരു ആയിഷ ഇല്ല, അതിലൊരു തോമസ് ഇല്ല, പക്ഷെ അതിൽ വർമ്മ ഉണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ അത് ഷവർമ്മയായിരുന്നു. തള്ളേ അതിന് ഞാനൊരു മറുപടി പറയാം. ബാക്കി ഇയാൾ പറഞ്ഞത് ഞാൻ പറഞ്ഞോളാം. ഞാൻ വർമ്മയായിരുന്നു, വർമ്മ മരിച്ചത് കൊണ്ടാണ് പുള്ളി പറഞ്ഞത്. ഈ മുഹമ്മദും മറ്റവരും മറിച്ചവർക്കൊന്നും ആക്രാന്തമില്ല. ഇത് കണ്ടാത്ത കാര്യം എന്തരാ കണ്ടെന്ന് പറഞ്ഞിട്ട് ചാടി വീണ് തിന്നിട്ടായിരിക്കും വർമ്മ മരിച്ചിട്ടുണ്ടാവുക. അല്ലാതെ ഇതിനകത്ത് ജാതി ഉണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. ഷവർമ്മയൊക്കെ തിന്നുന്നത് ഞാൻ പറഞ്ഞു, ഈ മയോണീസ് ഒരു ഡേഞ്ചറസ് സാധനമാണ്. അത് ഉണ്ടാക്കുന്ന രീതി തന്നെ കണ്ടാൽ എനിക്ക് ഛർദ്ദിക്കാൻ പറ്റും സത്യമായിട്ട്. പിന്നെ കഴിക്കുന്നവരുണ്ട്, കഴിക്കുന്നത് നമ്മൾ എതിർക്കുന്നില്ല. പക്ഷേ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഭക്ഷണം ഏതാണോ അത് നമ്മൾ കഴിക്കാൻ ശീലിക്കുക. മറ്റതൊക്കെ വല്ലപ്പോഴും ഒരിക്കലും ഒന്ന് രുചിച്ച് നോക്കുക എന്നതിനപ്പുറം ഇത് തന്നെ കയറ്റിക്കൊണ്ട് നടക്കുന്ന കുറേ പിള്ളേരുണ്ട്. പഴകിയ ഇറച്ചി ഒരു ദിവസം മുഴുക്ക പഴക്ക വെച്ച് അതിനെ കൊണ്ടുവന്ന് ചുട്ട് തരുന്നതാണ്. അത്രയും ഡേഞ്ചറസ് ആയ ഒരു ഭക്ഷണം വേറെ ഇല്ല എന്നുള്ളത് ചുരുക്കം. അത് വിദേശത്തൊക്കെയാണ്, കാരണം അവർ അത്രയും ഹൈജീനായ ഒരു അറ്റ്മോസ്ഫിയറിലാണ് ചെയ്യുന്നത്. നമ്മുടെ നാട്ടിലത് നടക്കത്തില്ല. നമ്മൾ പഴഞ്ഞു കുടിക്കുന്ന ലാഘവത്തോടെ ഇന്നലെ പുഴുപ്പിച്ച് കൊണ്ടുവന്ന് പൊരിപ്പിച്ച് തിന്നുന്ന സാധനം എടുത്ത് കഴിക്കാൻ പോയാൽ ഇതിനപ്പുറവും സംഭവിക്കും. പക്ഷെ അതിന് പേര് കൊടുക്കുന്ന ഷവർമ്മ. ഈ പറയുന്ന പൊട്ടനിക്ക് അറിയാൻ വയ്യാത്ത ഒരുപാട് കാര്യമുണ്ട്. ഇന്നിപ്പോൾ നമ്മൾ എവിടെ പോയാലും സദ്യ കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന എന്താണ്? പായസം. അതിനകത്ത് അനിവാര്യമായ ഒരു സാധനമുണ്ട്, എന്താണ്? പറങ്കി അണ്ടി. പേര് തന്നെ ഉണ്ട്, അത് പറങ്കികളുടേതാണ്. അപ്പോൾ അത് കുഴപ്പമില്ലായിരുന്നാ. പറങ്ങേണ്ടി ഒരുപാട് തിന്നാൽ കൊളസ്ട്രോൾ ആവശ്യമില്ലാത്തതൊക്കെ വരും. അത് മാത്രമല്ല വേറൊരു പാപ്പ പറയുന്ന ഒരു കാര്യവും ഉണ്ട് ഇതിൻ്റെ കൂടെ. ഇതൊന്ന് മുഴുവൻ കേട്ടിട്ട് കേൾക്കാം. ഹിന്ദു കൊല്ലത്ത് നിന്നും അരുൺ രാജ് വിവരങ്ങളുമായി ചേർന്നു. ഇത്തരം വിദ്വേഷകരമായ പ്രസംഗം ഏത് സാഹചര്യത്തിലാണ് ഈ കേസരിയുടെ പത്രാധിപൻ നടത്തിയത്? പുസ്തകം അതേപടി ആവർത്തിക്കാൻ നമുക്ക് കഴിയില്ല. കാരണം അത്ര വർഗീയ ഉദ്ദേശ പരാമർശങ്ങൾ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഈ ക്ഷേത്രത്തിലേക്ക് ഒരു പ്രതിഷ്ഠാകർമ്മവുമായി നടത്തിയ പരിപാടിക്കിടെ ഉണ്ടായത്. കൊല്ലം കിഴക്കേക്കല്ലട പുതിയടത്ത് ശ്രീ അല്ല, ഇത് അദ്ദേഹം പറഞ്ഞതിൽ എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നുന്നില്ല കേട്ടോ. അതൊരു തെറ്റായിട്ട് നിങ്ങൾ വെറുതെ അനാവശ്യമായ ഒരു വ്യാഖ്യാനമാണ് അവിടെ നടത്തുന്നത്. അത് തെറ്റായിട്ടൊന്നും പുള്ളി പറഞ്ഞിട്ടില്ല. ഒരു
ഒരു സാധാരണ ഒരു RSS പ്രവർത്തകൻ ഇതിനപ്പുറം വേറെ എന്ത് പറയുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? തീർച്ചയായിട്ടും അയാളിൽ നിന്ന് വന്നത് അത്ര തന്നെയാണ്. അതിനകത്ത് മറ്റ് സംസാരങ്ങളൊന്നും നമ്മൾ പറയേണ്ട കാര്യമില്ല. ഏതായാലും നമ്മൾ ഒരു മിനിറ്റ് സാറേ, ഒരു മിനിറ്റ്. അപ്പോൾ വിദേശത്ത് നിന്ന് വന്ന കുറേ ഭക്ഷണ പദാർത്ഥങ്ങളുടെ ഒരു ഡീറ്റെയിലിംഗ് കേട്ടുതരാം. ഇല്ലേ, എനിക്ക് പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. നമ്മുടെ കപ്പ ഉൾപ്പെടെ നമ്മുടെ ദേശീയ ഭക്ഷണമായിട്ട് മാറിയിട്ടുണ്ട് ഇപ്പോൾ കപ്പയും ബീഫും ഒക്കെ. ഇതുപോലും വിദേശത്ത് നിന്ന് വന്നതാണ്. നമ്മളുടെ ഭക്ഷണ രീതി എന്തായിരുന്നു എന്നുള്ളതിന്റെ ഒരു ചെറിയ ഉദാഹരണം ഒന്ന് കേൾക്കാം. കൊണ്ടുപോകുന്നത് എന്നാണ് ഈ പോർട്ടുഗീസുകാരെ ഇവിടെ വന്നപ്പോ ഇവിടുത്തെ ജനജീവിതത്തിലുണ്ടാക്കിയ പരിവർത്തനങ്ങളെ പറ്റി കൂടി അറിഞ്ഞിട്ട് വേണം. അതുമായി ക്ലബിൽ കിടക്കുന്ന ഒരു കാര്യമാണ് ഈ സൂനഗ്രൂസിലെ. അപ്പോ പോർട്ടുഗീസുകാർ ഇവിടെ വന്നിട്ട് ഒരു നൂറ്റാണ്ട് കഴിഞ്ഞിരിക്കുന്നു. 1498 മുതൽ 1599 വരെ ഒരു നൂറ്റാണ്ട് കഴിഞ്ഞിരിക്കുന്നു. അപ്പോഴേക്കും ധാരാളം പരിവർത്തനങ്ങൾ വന്നിട്ടുണ്ട്. ജനജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പോർട്ടുഗീസുകാർ ഇവിടെ മാറ്റങ്ങൾ കൊണ്ടുവന്നു. അത് കൃഷിയുടെ കാര്യത്തില്, വ്യാപാരത്തിന്റെ കാര്യത്തിൽ, വിഷയത്തിലേക്ക് വരൂ സാറേ. ഇവിടെ ഈ പ്രാചീന സൗധങ്ങളെ പറ്റി, കെട്ടിടങ്ങളെ പറ്റിയൊക്കെ അത് സാരല്ല, നമുക്ക് അത് വേണ്ട, നമുക്ക് ഫുഡിന്റെ കാര്യം പറയാം. ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഏതെങ്കിലും രാജകൊട്ടാരമുണ്ടോ, ഏതെങ്കിലും ക്ഷേത്രമുണ്ടോ എന്നൊക്കെ ആ ചരിത്രം പരിശോധിച്ചാൽ അറിയാം. കല്ല് വെട്ടി എടുക്കുന്നത്, കല്ല് വെട്ടിട്ട കേസ് അത് നമുക്ക് കേൾക്കാം. നമ്മുടെ പെരുമ്പാവൂരിലെ കല്ല് ക്ഷേത്രം നമ്മൾ വിചാരിക്കും ഇതൊക്കെ പണ്ട് മുതലേ ഇവിടെ ഉണ്ടായിരുന്നതാണ്. ഞാൻ അത് അധികം വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. മരച്ചീനിയും കശുമാവും ഒക്കെ ഇവിടെ കൊണ്ടുവന്നവരാണെന്നും ഞാൻ പറയേണ്ട കാര്യമില്ല. കൈതച്ചക്കയും ആത്തയും കടപ്പ്ളാവും പുതിയ മാവിനങ്ങളും പേരയും ചാമ്പയും പപ്പയും കാബേജ് ചൂളമരം മുള്ളില്ല മുരിക്ക് തുടങ്ങി വറ്റൽമുളകും പുകയിലയും വരെ കൊണ്ടുവന്നത്. ഇനി ബാക്കി ഞാൻ പറയുന്നില്ല. മേശ, കസേര, അലമാര എല്ലാം പോർട്ടുഗീസ് പദങ്ങളാണ്. മേശ, കസേര, അലമാര, സ്റ്റൂള്, ബെഞ്ച്, വസി, പിലീസ, കോപ്പ, ഇതൊക്കെ അവരാണ് ഇവിടെ പരിചയം. പിഞ്ഞാണൊക്കെ ഇവിടെയുണ്ട്. പക്ഷേ നിലത്തിരുന്ന് ഭക്ഷണം കഴിച്ചിരുന്ന ആളുകളെ കസേരയിട്ട് ബെഞ്ചിൽ അല്ലെങ്കിൽ ഡെസ്കിൽ വെച്ച് ഭക്ഷണം കഴിക്കാൻ പഠിപ്പിച്ചത് പോർട്ടുഗീസുകാരാണ്. കസേരയിൽ ഇരുത്തി, മേശയിൽ ഇരുത്തി, ബെഞ്ചിൽ ഇരുത്തി. റൊട്ടി, കോട്ടെ, കമ്മീസെ, കുളസം, കൈലേസെ, തൂവാല, ഇതൊക്കെ പോർട്ടുഗീസ് പദങ്ങളാണ്. വസ്ത്രം ധരിപ്പിച്ച കാര്യം ഞാൻ പറഞ്ഞു. നമ്മുടെ നസ്രാണി സ്ത്രീകളെ വസ്ത്രം ധരിപ്പിച്ച കാര്യം കൂടി ഓർത്തേക്കുക. റൊട്ടി, ബിസ്ക്കറ്റ്, കേക്ക്, ഇതൊക്കെ പോർട്ടുഗീസ്. ബേക്കിംഗ് എന്ന് പറയുന്ന ടെക്നോളജി ഉണ്ടല്ലോ, അത് പോർട്ടുഗീസുകാർ കൊണ്ടുവന്നതാണ്. കൊടിലെ, റാന്തല്, ചിന്തേരെ, അലവാങ്കെ, ബ്രഹ്മ, വിജാഗിരി, ഈ സാധനങ്ങളൊക്കെ അവിടെ നിന്ന് വന്നതാണ്. അതിൽ ബ്രഹ്മ മാത്രമാണ് ഇപ്പം നമ്മൾ സർവ്വസാധാരണമായി ഉപയോഗിക്കുന്നത്. പിന്നെ പാരയും, ആ രണ്ട് സാധനങ്ങളും ഉപയോഗിക്കുന്നുണ്ട്. അത് വേറെ മേഖലകളിൽ. വിനാഗിരി പോർട്ടുഗീസാണ്, വിനാഗിരിയും പോർട്ടുഗീസാണ്. പേനയും കടലാസും, റബേക്ക്, താമ്പാളെ, പിത്താക്ക്, വാര, റാത്തല്. പിന്നെ ഈ റോമൻ മാതൃകാ രീതിയിലുള്ള ദേവാലയ നിർമ്മിതി, കപ്പേളകള്, പ്രതിമകള്, ദേവാലയങ്ങളിലെ ചിത്രങ്ങള്, കുരിശ് രൂപം, അതുവരെ ഉണ്ടായിരുന്ന കുരിശ് വേറെയാണ്. അതൊക്കെ ആയിക്കോട്ടെ. ഡോക്ടർ കുര്യാസ് കുമ്പളക്കുഴിയുടെ പ്രസംഗമാണ്. അത് വലിയ ഹ്യൂജാണ്, 10-12 മിനിറ്റ് ഉള്ളതാണ്. വേണമെന്ന് നിങ്ങൾ ആവശ്യപ്പെടുകയാണെങ്കിൽ ഞാൻ പൂർണ്ണ രൂപം അപ്ലോഡ് ചെയ്യാം. തൽക്കാലം ഇത്രേ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഒരുപാട് പേര് വന്നു, ഒരുപാട് സംസ്കാരങ്ങളും ഒരുപാട് രീതിയിലുള്ള സംഗതികളും ഇവിടെ കൊണ്ടുവന്നു. ഇന്നത് നമ്മുടെ സ്വന്തമായിട്ട് അഭിമാനപൂർവ്വം എടുത്തു വെച്ചിട്ട് ഇത് നമ്മുടേതാണ് എന്ന് അവകാശപ്പെടുമ്പോൾ ഓർത്തുകൊള്ളുക, ഒരു 100 വർഷം മുൻപുള്ള ചരിത്രം എടുത്താൽ മാത്രം പൊട്ടിപ്പൊളിഞ്ഞ് പാളീസാകാവുന്നതാണ് സനാതന മർമ്മം എന്നുള്ളത്. അത് ഞങ്ങളെ കൊണ്ട് പറയിക്കാനുള്ള അവസരം ഉണ്ടാക്കരുത് എന്ന് മാത്രം ഒരു റിക്വസ്റ്റ് ഉണ്ട്. സഗീർ റിക്വസ്റ്റ്. സഗീർ എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല, ഇറ്റ്സ് എ കെബീർ റിക്വസ്റ്റ്. അത് മനസ്സിലാവില്ല അല്ലേ? സഗീർ എന്ന് പറഞ്ഞാൽ ചെറിയ റിക്വസ്റ്റ്, കെബീർ എന്ന് പറഞ്ഞാൽ വലിയ റിക്വസ്റ്റ്. ബിസ്ക്കറ്റ് അല്ല, റിക്വസ്റ്റ്, അഭ്യർത്ഥന. ഓക്കെ, അതാണ് എനിക്ക് പറയാനുള്ളത്. ഈ പറയുന്ന ഭക്ഷണ കുഴിമന്തി, ഷവർമ, ഇങ്ങനെ കുറേ സാധനങ്ങൾ പറയുന്നുണ്ട്. ഇവിടുത്തെ 75% വരുന്ന പോപ്പുലേഷൻ പ്രവാസിയാണ് എന്നുള്ളത് എത്ര പേർക്കറിയാം കേരളത്തിൽ? അത്രത്തോളം മനുഷ്യർ വിദേശത്തുണ്ട്. അവിടുത്തെ ഭക്ഷണ രീതികൾ കഴിച്ച് അവിടെ തന്നെ ആയുസിൻ്റെ പകുതി കഴിഞ്ഞ മനുഷ്യർ നാട്ടിലേക്ക് വരുമ്പോൾ അതേ ഭക്ഷണം ഇവിടെ കിട്ടുകയാണെങ്കിൽ, ഞങ്ങൾ കഴിച്ച ഭക്ഷണം ഞങ്ങളുടെ കുടുംബത്തിനും കൊടുക്കാൻ സാധിക്കുമെന്ന ഒരു ഉദ്ദേശ ലക്ഷ്യത്തോട് ഇവിടെ തുടരുകയാണെങ്കിൽ ആ സംഗതി ഇവിടെ ഡെവലപ്മെൻറ്റ് നടത്തി ആളുകളിലേക്ക് എത്തിക്കാൻ സാധിക്കുകയാണ്, ഇത് ഹൈജീനായി കൊടുക്കുന്നുണ്ടെങ്കിൽ അത് നല്ലൊരു കാര്യമാണ്. ടൂറിസവും ട്രേഡും ഡെവലപ്മെൻറ്റിൻ്റെ ആദ്യ ചവിട്ടുപടിയാണെന്നുള്ള തിരിച്ചറിവുണ്ടാകും. സംഘിക്ക് അത് ഉണ്ടാകത്തില്ല. സംഘിക്ക് പ്രിവിലേജ്ഡ് ആയിട്ട് പറയാൻ 2 സാധനമേ ഉള്ളൂ. 1 വർഗീയത, 2 ചൂട്ടുകയറ്റം.
ഇത് രണ്ടും നിങ്ങളുടെ സ്വന്തമാണ്. കിണ്ടിയും ചൂട്ടുകെറ്റി, ഇതാണ് നിങ്ങളുടെ സ്വന്തം സാധനം. വേറെ ഒരു വർത്തമാനത്തിനും വരരുത്. കുഴി കുത്തി അതിനകത്ത് ഇല പോലും ഇടാതെ കഞ്ഞി ഒഴിച്ചു കൊടുത്ത് മനുഷ്യനെ അവഹേളിച്ച വൃത്തികെട്ട ജന്തുക്കൾ ഭക്ഷണത്തിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് വേർതിരിവ് പറയുന്നത് നല്ല പെട കിട്ടാണ്ട് തന്നെയാണ്. ഈ വിഷയവും കൂടെ വേടൻ എടുത്തിട്ട് ഒരു റാപ്പ് സംഗീതം ഉണ്ടാക്കി ഇതിനെതിരെ കൂടെ ഒരു പ്രക്ഷോഭം നടത്തണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. വേടൻ ഒരു പ്രതിനിധി മാത്രമാണ്, അടിച്ചമർത്തപ്പെട്ട ജനതയുടെ ഒരു പ്രതിനിധി മാത്രമാണ്. വേടൻ പറയുന്ന വാക്കുകളിൽ അത്രത്തോളം തീവ്രത ഉള്ളത് കൊണ്ടാണ് അതിന് അക്സെപ്റ്റൻസ് കിട്ടുന്നത്. അത് അനുഭവിക്കുന്നവന് മാത്രം കിട്ടുന്ന ഒരു വെളിച്ചമാണ്. അത് ഇസ്ലാമിയരായി നമ്മൾ അനുഭവിക്കുന്നുണ്ട്. നമുക്കത് പറയാൻ പറ്റാത്ത സാഹചര്യമാണ് നമുക്കുള്ളത്. എത്ര പേർ ഇതിൻ്റെ പീഡനം അനുഭവിക്കുന്നു എന്നുള്ളൊരു തെളിവുകൾ ഇപ്പോൾ ഒരു സ്ത്രീ പോലും, അതും ഒരു കേണൽ പദവി ഇരിക്കുന്ന ഒരു സ്ത്രീക്ക് പോലും ഞാൻ ഇസ്ലാമാണ് തീവ്രവാദി അല്ല, ഞാൻ ഇസ്ലാമാണ് പാകിസ്ഥാനി അല്ല, ഞാൻ ഇസ്ലാമാണ് തീവ്രവാദികൾക്ക് എഗൻസ്റ്റ് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് എന്ന് പറഞ്ഞ് ഫലിപ്പിക്കേണ്ട ഗതികേടിലേക്ക് നമ്മുടെ രാജ്യത്തെ കൊണ്ടെത്തിച്ചത്. അങ്ങനെ ആയിരുന്നില്ല സ്ത്രീ പറയേണ്ടത്. ഞാൻ ഒരു പെണ്ണാണ്, ഇന്ത്യൻ നാഷണലാണ്, ഞാനൊരു കേണലാണ്. അതിൻ്റെ മേളിലൊരു ഡെഫിനിഷൻ എൻ്റെ തലയ്ക്ക് വെച്ചവനെതിരെ നിയമത്തിൻ്റെ ഏതറ്റം വരെയും പോയി ഞാൻ നടപടി സ്വീകരിക്കുമെന്നായിരുന്നു ആ സ്ത്രീ പറയേണ്ടത്. അങ്ങനെ പറയാൻ ആർജവമുള്ള പെണ്ണുങ്ങൾ, അങ്ങനെ പറയാൻ ആർജവമുള്ള ഇസ്ലാമിലെ ആണുങ്ങൾ ഉണ്ടാകുന്നിടം വരെ ഈ ചവിട്ടിത്തൊഴിപ്പ് ഉണ്ടാകും എന്നുള്ളതാണ് വസ്തുത. ഇന്ന് ആ സ്ത്രീ പറഞ്ഞത് വാർത്താ പ്രാധാന്യം കിട്ടുകയും അതെടുത്ത് വെച്ച് വീഡിയോ ചെയ്യുമ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് അറിയാമോ? ഈ രാജ്യത്തെ ഇസ്ലാമിയർ ചവിട്ടിയരയ്ക്കപ്പെടുന്നെന്നും അവഹേളിക്കപ്പെടുന്നു എന്ന് ഒരു ഇമ്പാക്റ്റ് പുറം രാജ്യത്തേക്ക് പോകും. അതുകൊണ്ടുണ്ടാകുന്ന ദോഷവും ഇന്ത്യക്ക് തന്നെയാണ്. അവരടിക്കുക നമ്മളെ പൗരന്മാരെ തന്നെയാണ്. കാരണം ഇട്ടാവട്ട ഇന്ത്യയിൽ മാത്രമല്ല ഇസ്ലാം എന്ന ഒരു സംഗതി ഉള്ളത്. ഇവിടെ അവഹേളിക്കപ്പെടുമ്പോൾ പുറം രാജ്യത്തുള്ള ഇന്ത്യയിലുള്ളവരല്ലാത്ത ഇസ്ലാമിയർക്ക് അത് വേദനിക്കും. അവർ ഇസ്ലാമിനെ സപ്പോർട്ട് ചെയ്യാനെന്ന വ്യാജേന ഇതുപോലുള്ള ക്രയവിക്രയങ്ങൾ നടത്തും. പഹൽഗാം പോലുള്ള. അത് നമുക്ക് തന്നെ ദോഷമായിട്ടേ ഭവിക്കുകയുള്ളൂ. അത്തരത്തിൽ ഒരു ഇരവാദവും ബഹളത്തിനും പോകാതെ ധൈര്യസമേതം എതിർത്ത് നിന്ന് സംസാരിക്കാൻ ആ പെണ്ണിന് കഴിയണമായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഭാഗം. ഈ ഒരു വിഷയത്തിൽ ഞാൻ ആ സ്ത്രീക്കൊപ്പമല്ല. എനിക്ക് തീർത്തും ഇഷ്ടപ്പെടാത്തതുകൊണ്ടാണ് ആ സബ്ജക്റ്റ് ഞാൻ എടുക്കാതിരുന്നത്. ഇയാൾക്ക് കൊടുത്ത മറുപടിയിൽ അത് ഞാൻ ഒതുക്കുന്നതിൻ്റെ റീസണും അത് തന്നെയാണ്. മുഷ്ടി ചുരുട്ടി അവകാശങ്ങൾ ചോദിച്ചു വാങ്ങുന്നിടത്താണ് യഥാർത്ഥ രീതിയിലുള്ളൊരു പൗരൻ വ്യക്തിത്വ ബോധത്തോടുകൂടി പൗരാവകാശത്തോടുകൂടി നിലകൊള്ളുന്നത്. അത് പറയാൻ അറിയാത്ത, ചോദിക്കാൻ അറിയാത്തവൻ ഏറ്റവും വൃത്തികെട്ടവൻ എന്ന് ഞാൻ പറയും. നിന്റെ അവകാശങ്ങൾ നിനക്ക് നേടിയെടുക്കാൻ സാധിച്ചില്ലെങ്കിൽ നീ എന്ത് റോഡ് മോഡലാണ്? അറ്റ്ലീസ്റ്റ് നിന്റെ കുഞ്ഞുങ്ങൾക്ക് എന്ത് മാതൃകയാണ് നീ കൊടുക്കുന്നത്? ചോദിക്കേണ്ടത് ചോദിക്കേണ്ട സമയത്ത് ചോദിക്കേണ്ട രീതിയിൽ ചോദിക്കാൻ അറിയാത്തവൻ ഒന്നുമല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത്തരത്തിലുള്ള വേസ്റ്റ് ബഗികൾ പല രീതിയിലുള്ള പല പോക്കൃത്തരങ്ങൾ പറയും. ശക്തമായി ഒന്നിച്ചു നിന്ന് വിഘടിക്കാതെ ചേർന്ന് നിന്ന് പൊരുതേണ്ട സമയത്ത് വിഘടിച്ചുകൊണ്ട് പല പോക്കൃത്തരങ്ങളും പറയുന്ന പലരെയും കണ്ടിട്ടുണ്ട്. അല്പലാഭത്തിന് വേണ്ടിയിട്ട്, കുറച്ച് വ്യൂവിന് വേണ്ടിയിട്ട് പല പോക്കൃത്തരങ്ങളും പറയുന്ന പലരോടും എനിക്കൊന്നേ പറയാനുള്ളൂ. ഒരു നിമിഷം ചിന്തിക്കൂ. ഇരവാദം നല്ലതാണ്, പക്ഷെ അത് കൂടുതലാകുമ്പോൾ അതിൻ്റെ ഏറ്റവും മോശപ്പെട്ട വശങ്ങൾ അനുഭവിക്കേണ്ടി വരിക നമ്മൾ തന്നെയാണ് എന്നുള്ളത് തിരിച്ചറിവായിരിക്കണം. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. ഇയാൾ പറയുന്ന രീതിയിലുള്ള ഒരു ജാതീയ യോജിപ്പോ അല്ലെങ്കിൽ ജാതീയ വിഭാഗീയത ഇവിടെ ഇല്ല എന്ന് ഇയാൾ പറയുന്നത് കളവാണ്. ഈ നാട്ടിൽ അതുണ്ട്. അത് ഭീകരമാണ്. ഭയാനകമായ ജാതീയ വേർതിരിവുണ്ട്. അത് ഓരോ അപ്പോയിൻമെൻറ്റ്സിലുമുണ്ട്. പലയിടങ്ങളിൽ പല ഓഫീസേഴ്സ് ആത്മഹത്യ വരെ ചെയ്തിട്ടുണ്ട്. ഒത്തിരി വിഷയങ്ങൾ ഇതിനോടനുബന്ധിച്ച് പറയാൻ പറ്റും. 2025 പോലും അതുണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ്. മുറുമുറുവിനെ കൊണ്ടുവരല്ലേ, ഒരു മുറുമുറുവിനെ അവിടെ കൊണ്ടിരുത്തി എന്ന് പറഞ്ഞുകൊണ്ട് അത് ഇല്ല എന്ന് പറയരുത്. ഉണ്ട് എന്നുള്ളത് തിരിച്ചറിവാണ്. പല രീതിയിലുള്ള അനുഭവങ്ങളുണ്ട്. ഈ പറയുന്ന സംഗതി ഏതെങ്കിലും അമ്പല കമ്മിറ്റിയിൽ നിന്നുകൊണ്ട് രാജ്യത്ത് കലാപം ഉണ്ടാക്കാൻ തക്കവണ്ണമുള്ളൊരു ആഹ്വാനം മാത്രം നടത്തുന്നത് ഇയാൾക്ക് ധൈര്യമുണ്ടെങ്കിൽ ഇത് വിപരീതമായിട്ട് പറയാനുള്ള ധൈര്യമുണ്ടോ? പറയില്ല. പറഞ്ഞാൽ അയാളുടെ തല കാണില്ല എന്നുള്ളത് വസ്തുത. എത്രത്തോളം സഹനം, എത്രത്തോളം നമ്മളിത് സഹിച്ചുകൊണ്ടിരിക്കുന്നു അത്രത്തോളം അവർ സ്കോർ ചെയ്ത് പോയിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ് വസ്തുത. അയ്യങ്കാളി തീരുമാനിച്ചു 2.5 വർഷത്തേക്ക് പാടത്തിറങ്ങത്തില്ല. നിങ്ങൾ കൊയ്യില്ല, ഞങ്ങൾ കൊയ്യില്ല, ഞങ്ങൾ വിതയ്ക്കില്ല, ഞങ്ങൾ ഒരു പണിയും ചെയ്യത്തില്ല, അവിടെ പുല്ല് കുരുക്കും, ഞങ്ങൾ ചെയ്യില്ല, ഞങ്ങളുടെ മക്കൾക്ക് പഠനം വേണം എന്ന് അയ്യങ്കാളി തലയിൽ കെട്ടും കെട്ടി അവരെക്കാൾ ഭേഷായി വണ്ടി ഇതിൽ പോയി. ആ കാര്യമല്ലേ വേടൻ പറയുന്നത്? ഇവർക്ക് നോവും. കാരണം അത് ചരിത്രമാണ്. കുട്ടികളെ ഇംഗ്ലീഷ് മീഡിയത്തിൽ വിടാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു ആരെടുത്താണ്? ഈഴവ കമ്മ്യൂണിറ്റിയോടാണ് പറഞ്ഞത്. പണം ഉണ്ടായാൽ പോലും നിനക്ക് മതപരമായിട്ട്, നിനക്ക് ജാതിപരമായിട്ട് വേർതിരിവ് ഉണ്ടാകുക എന്ന് തിരിച്ചറിഞ്ഞത് ഈഴവ കമ്മ്യൂണിറ്റിയാണ് ആദ്യം. അതേപോലെ ബാക്കിയുള്ളവർ, അവർക്ക് സംവരണം ഉണ്ടെങ്കിൽ പോലും ഇന്നും സംവരണം എന്താണെന്ന് പോലും അറിയാത്ത ആദിവാസി സമൂഹം നമുക്കിടയിലുണ്ട് എന്നുള്ളത് വസ്തുത.
എല്ലാ ബെനിഫിറ്റോടുകൂടിയും എല്ലാ രീതിയിലുള്ള സംഗതി ഉണ്ടായിട്ടും അതിൻ്റെ ഏറ്റവും മോശപ്പെട്ട വശങ്ങളിൽ മാത്രം മനസ്സിലാക്കി ജീവിക്കുന്ന മനുഷ്യരാണ്. അവർക്ക് കിട്ടേണ്ട പണം തട്ടിച്ചെടുത്തുകൊണ്ട് ആർഭാടത്തിൽ ജീവിക്കുന്ന ഉന്നത കുലജാതന്മാരെ ഒരുപാട് പേരെ കാണാം. ദൂരെ എങ്ങും പോകണ്ട, നമ്മളെ മന്ത്രിമാരെത്രയുണ്ട്, അതിലെത്ര ഉന്നത, അതിലെത്ര താഴ്ന്നത് എന്ന് ഒന്ന് നോക്കിയാൽ, ജസ്റ്റ് ചുമ്മാ അങ്ങോട്ടൊന്ന് നോക്കിയാൽ മാത്രം മനസ്സിലാവും. 12% വരുന്നവരിൽ 10 പേര് അതിനകത്തുണ്ട്. ബാക്കി 23% വട്ടപ്പൂജ്യം, 26% വട്ടപ്പൂജ്യം, അതിനേക്കാൾ താഴ്ന്ന സമുദായത്തിൽ വട്ടപ്പൂജ്യം. അതാണ് അവിടുത്തെ രീതി. അത് മനസ്സിലാക്കാൻ യൂസ് യുവർ കോമൺ സെൻസ്. ചരിത്രം പഠിക്കുക, മക്കളെ പഠിപ്പിച്ചു കൊടുക്കേണ്ടത് ചരിത്രം തന്നെയാണ്, കേൾപ്പിക്കേണ്ടത് വേടൻ്റെ മ്യൂസിക് തന്നെയാണ്. അറ്റ്ലീസ്റ്റ് ആ ലിറിക്സ് എങ്കിലും നമ്മുടെ കുഞ്ഞുങ്ങൾ കേൾക്കേണ്ടത് തന്നെയാണ് പറയുന്നത്. അല്ലാതെ ഇവന്മാർ ഒളിച്ചു കടത്തുന്ന മിഠായി പൊതിയിൽ പൊതിഞ്ഞു തരുന്ന മലമല്ല എന്നുള്ളത് തിരിച്ചറിയേണ്ട കാലം അതിക്രമിച്ചു എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഐ മീൻ ട്രാവൽ, ഒരു സീരിയസ് ഇഷ്യൂവുമായിട്ട് ട്രാവലിലാണുള്ളത്. അതുകൊണ്ടാണ് വീഡിയോസൊക്കെ കുറയുന്നത്. ബട്ട് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം. നിങ്ങളാരും വീഡിയോസൊന്നും അങ്ങനെ ശ്രദ്ധിക്കുന്നില്ലെന്ന് തോന്നുന്നു. പിന്നെ എൻ്റെ വാട്സപ്പ് കൂട്ടായ്മയുടെ ആരും പറയണ്ട, തോലെ ഒരെണ്ണം മൈൻഡ് പോലും ചെയ്യുന്നില്ല. താങ്ക് യു.